ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡുവൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഡുവൽ ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഡുവൽ സ്പേസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അതായത് സെറ്റ് ഓഫ് ഓൾ ഫങ്ഷണൽസ് അല്ലേ, ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസിൻ്റെ കളക്ഷനെയാണ് വിത്ത് ദി നോം, സുപ്രീമം നോമിനെയാണ് നമ്മൾ ഡുവൽ സ്പേസസ് എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡുവൽ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വേറൊരു രീതിയിൽ പറയാറുണ്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്ജോയിൻ്റ് ഓപ്പറേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഡുവൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡുവൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാപ്പാണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ സ്റ്റാർ ആണ്. അത് എവിടുന്ന് എങ്ങോട്ടായിരിക്കും? ഫങ്ഷണലിൽ നിന്നും ഫങ്ഷണൽ സ്പേസിലേക്ക്, അതായത് ഡുവൽ സ്പേസിൽ നിന്നും വേറെ ഡുവൽ സ്പേസിലേക്കുള്ള മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡുവൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഡെഫിനീഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യത്തിൽ നമുക്ക് എന്ത് വേണം? ഓപ്പറേറ്റേഴ്സ്. ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പം ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ദാറ്റ് ഈസ് നമ്മൾ കൺസിഡർ ചെയ്തു ക്യാപിറ്റൽ എ, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എ നോംഡ് സ്പേസ് എക്സ് ടു അനദർ നോംഡ് സ്പേസ് വൈ. അങ്ങനെയാണ് എങ്കിൽ അത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു ഫങ്ഷണൽ ഉണ്ട് എവിടെ? വൈൻ്റെ മുകളിലുള്ള ഫങ്ഷണൽ ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിലോങ്സ് ടു വൈ സ്റ്റാർ, ദാറ്റ് ഈസ് ഡുവൽ സ്പേസ് വൈ. വൈ അതായത് അതിൻ്റെ മീനിങ് എന്താണ്? ഫങ്ഷണൽ ഫ്രം വൈ ടു ആർ അല്ലേ, വൈ ടു ഫീൽഡ് അല്ലേ, ഫങ്ഷണൽ ഫ്രം വൈ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ആ ഫങ്ഷണൽ ഉണ്ട് എങ്കിൽ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ എക്സ്. ഫൈ എന്ന് പറയുന്നത് ഫങ്ഷണലാണ്, എ എക്സ് വൈയിലുള്ള ടേമാണ്. അപ്പോൾ ഫൈ ഓഫ് എ എക്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്, അത് എന്താണ്? ഒരു ഫങ്ഷണലാണ്. ഈ എഫ് ഓഫ് എക്സ് എവിടുന്ന് എങ്ങോട്ടുള്ള ഫങ്ഷണലാണ്? ഫ്രം എക്സ് ടു എക്സിൽ നിന്നുള്ള ഫങ്ഷണലാണ്. എങ്ങോട്ട്? ഫീൽഡിലേക്ക്, ആർ ഓർ സി അല്ലേ, ആർ ഓർ സിയിലേക്കുള്ള ഫങ്ഷണലാണ്. അപ്പം ഇതൊരു ലീനിയർ ഫങ്ഷണലാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത് ലീനിയർ ആകാൻ? എഫ് ലീനിയർ ആകാൻ കാരണം ഫൈ ലീനിയർ ആയതുകൊണ്ടാണ്. ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണലാണ്, ഫൈ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ആയതുകൊണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ബൗണ്ടഡ് ആണ് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് ഫൈ ഓഫ് വൈ, വൈ ബിലോങ്സ് ടു വൈ. ഓക്കെ, ഫൈ ഓഫ് വൈ ഈസ് ബൗണ്ടഡ്, അതായത് അല്ലേ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണലാണ്. അതായത് നോം ഓഫ് ഫൈ ഓഫ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? നോം ഫൈ ഇൻറ്റു നോം ഫൈ അല്ല സോറി സൈ അല്ലേ, നോം സൈ ഇൻറ്റു നോം വൈ. ഇതാണ് ഡെഫിനിഷൻ. ഇതേ പ്രകാരം തന്നെ നോം എഫ് ഓഫ് എക്സ് എന്താണ്? ബൗണ്ടഡ് ആണ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പറയുന്നുള്ളതാണ്? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് ഫൈ ഓഫ് എ എക്സ് ആണത് അല്ലേ, ഫൈ ഓഫ് എ എക്സ് അല്ലേ, മോഡുലസ് ഓഫ് ഫൈ ഓഫ് എ എക്സ് വിച്ച് ഈസ് ബൗണ്ടഡ്. ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് എന്താണ് വരിക? അല്ലെങ്കിൽ നോം ഓഫ് ഫൈ ഇൻറ്റു നോം ഓഫ് എ എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെ നോം ഓഫ് എ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് പിന്നെയും വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് സൈ ഇൻറ്റു എ എക്സിനെ നമുക്ക് എ എക്സ് ഈസ് ബൗണ്ടഡ് ലീനിയർ മാപ്പ്. അപ്പോൾ എന്ത് ചെയ്യാം? എന്നെ നമുക്ക് പിന്നെ എഴുതാം നോം എ ഇൻറ്റു നോം എക്സ് എന്ന് എഴുതാൻ പറ്റും. നോം എ ഇൻറ്റു നോം എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പം ഈ രീതിയിൽ എഴുതാം, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ എഴുതുമ്പോൾ അതെന്താണ്? ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണലാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു. എഫ് എന്താണ്? ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണലാണ്. അപ്പോൾ ഇനി ഈ എഫ് എവിടെ ഉള്ള ആളാണെന്ന് നമ്മൾ പറഞ്ഞു? എക്സ് സ്റ്റാറിലുള്ള ഡുവൽ സ്പേസ് എക്സ് അല്ലേ, ഡുവൽ സ്പേസ് ഓഫ് എക്സിൻ്റെ ഉള്ള എലമെൻ്റ് ആണ് എഫ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാണ് ഒരു മാപ്പ്. അതായത് ഇവിടെ മാപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ എക്സ് സ്റ്റാർ ഉണ്ട്,
അതുപോലെ തന്നെ വൈ സ്റ്റാറും ഉണ്ട് അല്ലേ. വൈ സ്റ്റാർ ഡുവൽ സ്പേസ് വൈ സ്റ്റാർ ഉണ്ട്, എക്സ് സ്റ്റാറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഫംഗ്ഷൻ എഫ് എടുത്തിട്ടുണ്ട് എങ്കിലും ആ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു മാപ്പ് എവിടെ ഉണ്ട്, ഫൈ എന്ന് പറയുന്ന മാപ്പ് എവിടെ ഉണ്ട് എന്ന് കിട്ടും, എവിടെ ഉണ്ട് എന്ന് കിട്ടും, വൈ സ്റ്റാറിലുണ്ട് എന്ന് കിട്ടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡുവൽ മാപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ മാപ്പ്. എ സ്റ്റാർ എന്നാണ് എഴുതുക. അതായത് എ സ്റ്റാർ ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് എ സ്റ്റാർ ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫൈ ഓഫ് എ എക്സ് എന്നാണ്. ഓക്കെ, ഫൈ ഓഫ് എ എക്സ്, സൈ ഓഫ് എ എക്സ്. എ സ്റ്റാർ സൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സൈ ഓഫ് എ എക്സ് എന്ന് പറയും. ഓക്കെ ഓക്കെ, ഫൈ ഓഫ് എ എക്സ് എന്ന് പറയും. ഓക്കെ, ഫൈ ഓഫ് എ എക്സ് എന്ന് പറയുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് എ സ്റ്റാർ ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എ സ്റ്റാർ ഫൈ ഓഫ് എക്സ് എന്നാണ് ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഫൈ ഓഫ് എ ഓഫ് എക്സിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, ഫൈ ഓഫ് എ എക്സിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ മാപ്പിനെ എ സ്റ്റാർ എന്ന് പറയുന്ന മാപ്പ് എവിടുന്ന് എങ്ങോട്ടാണ് വരുന്നത്, എ സ്റ്റാർ എന്ന് പറയുന്ന മാപ്പ് വരുന്നത് വൈ സ്റ്റാറിൽ നിന്നും എക്സ് സ്റ്റാറിലേക്കാണ് അല്ലേ. കാരണം എന്താണ്, എഫ് എന്ന് പറയുന്ന മാപ്പാണ് ഫൈ ഓഫ് എ എക്സ് എന്ന് പറയുന്നത്, അത് എക്സ് സ്റ്റാറിലുള്ളതാണ്. ഫോർ ഓൾ എക്സ് അല്ലേ. അതുപോലെ തന്നെ ഫൈ ബിലോങ്സ് ടു വൈ സ്റ്റാർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൗണ്ടഡ് അല്ലെങ്കിൽ എന്ത് പറയുന്നത്, അഡ്ജോയിന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്, അഡ്ജോയിന്റ് അല്ലെങ്കിൽ ഡുവൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എന്താണ്, ഡുവൽ ഓപ്പറേറ്റർ. ഇനി എ സ്റ്റാർ എന്താണ്, ബൗണ്ടഡ് ആണ്. എന്തുകൊണ്ടാണ് എ സ്റ്റാർ ബൗണ്ടഡ് എന്ന് പറയുന്നത്, എഫ് ബൗണ്ടഡ് ആണ്, എഫ് എൻ ആണ് എ സ്റ്റാർ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്, അത് ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. അപ്പോൾ എ സ്റ്റാർ ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഈ കുഞ്ഞാപ്പു ആണ് ചെയ്യേണ്ടത്, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നോമാണ് പറയുന്നത്. നോം എന്താണ്, എ സ്റ്റാറിൻ്റെ നോം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാണ്. എ സ്റ്റാറിൻ്റെ നോം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈക്വൽ ടു നോം എ തന്നെയാണ്, ഓപ്പറേറ്റർ നോം തന്നെയാണ്, ഈക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈക്വലൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. എ സ്റ്റാർ നോം ഓഫ് എ ഈക്വൽ ടു എന്താണ് നമുക്കറിയാം, സുപ്രീമം നോം ഓഫ് എ എക്സ് അല്ലേ, സുപ്രീമം നോം ഓഫ് എ എക്സ്. സുപ്രീമം നോം ഓഫ് എ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോം എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, 1. അതാണ് ഡെഫിനിഷൻ പ്രകാരം. വിച്ച് ഈസ് ഈക്വൽ ടു, അതിനെ നമുക്ക് വേറൊരു ഡെഫിനിഷനിൽ ചെയ്യാൻ പറ്റും. എന്തിൽ ചെയ്യാൻ പറ്റും, സുപ്രീമം അല്ലേ, സുപ്രീമം നോം എക്സ് ഈക്വൽ ടു 1, സുപ്രീമം നോം ഫൈ ഈക്വൽ ടു 1. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. നോം ഫൈ ഈക്വൽ ടു 1 മോഡുലസ് ഓഫ് ഫൈ ഓഫ് എ എക്സ് ഈക്വലൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഈക്വലൻ്റ് കണ്ടീഷനിൽ പെട്ടതാണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ സുപ്രീമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. സുപ്രീമം ഫൈ ഓഫ് നോം ഫൈ ഈക്വൽ ടു 1, സുപ്രീമം നോം എക്സ് ഈക്വൽ ടു 1 മോഡുലസ് ഓഫ് ഫൈ ഓഫ് എ എക്സ്. ഇനി മോഡുലസ് ഓഫ് ഫൈ ഓഫ് എ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം എ സ്റ്റാർ ഫൈ ഓഫ് എക്സ് എന്നാണ് അല്ലേ, അങ്ങനെ പറയാം. അതായത് സുപ്രീമം നോം ഫൈ ഈക്വൽ ടു 1, സുപ്രീമം നോം എക്സ് ഈക്വൽ ടു 1 മോഡുലസ് ഓഫ് എ സ്റ്റാർ ഫൈ ഓഫ് എക്സ് എന്ന് എഴുതാം. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെഫിനീഷൻ പ്രകാരം, ബൈ ദി ഡെഫിനീഷൻ ഓഫ് അഡ്ജോയിന്റ് ഓഫ് ഡുവൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അഡ്ജോയിന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ദാറ്റ് മീൻസ് സുപ്രീമം നോം ഫൈ ഈക്വൽ ടു നോം എ സ്റ്റാർ ഫൈ എന്ന് എഴുതാം. ഇത് എക്സ് സ്റ്റാറിലുള്ളതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു തന്നെയാണ് നോം എ സ്റ്റാർ അല്ലേ. നോം എ സ്റ്റാറും നോം എയും ഈക്വൽ ആണ്. അതിൻ്റെ പ്രൂഫാണ് ഇത്, ഓർമ്മയിൽ ഉണ്ടാവണം ഈ പ്രൂഫ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി അടുത്തത് ഇതിലുള്ളത് എ സ്റ്റാർ എന്താണ്, ഡുവൽ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അതിന് എ സ്റ്റാറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡുവൽ ഓപ്പറേറ്റർ. ഇവിടെ വേറൊരു കാര്യം കൂടി പ്രൂവ് ചെയ്യാണ്ട് എന്നോട് മറന്നുപോയി. എ സ്റ്റാർ ഈസ് ലീനിയർ. എ സ്റ്റാർ എന്താണ്, ലീനിയർ ആണ്. ഓക്കെ, എ സ്റ്റാർ ലീനിയർ ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, എ സ്റ്റാർ എന്താണ്, ലീനിയർ. എങ്ങനെയാണ് നമ്മൾ എ സ്റ്റാർ ലീനിയർ ആണ് എന്ന് എടുക്കാം, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, എ സ്റ്റാർ ലീനിയർ ഓപ്പറേറ്റർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൽഫ ബി എ സ്കേലാർ, എഫും ജി എന്ന് പറയുന്ന ഇത് സ്കേലാർ. ഓക്കെ, സി. ഓക്കെ, ബിലോങ്സ് ടു സി. എഫും ജി എന്ന് പറയുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കുക. സോറി, വൈയിലല്ലേ ഉണ്ടാവേണ്ടി, വൈ സ്റ്റാറിൽ ഉണ്ടാവുക.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ സ്റ്റാർ ഓഫ് ആൽഫ എഫ് പ്ലസ് ജി എന്താണ് എന്ന് പ്രൂവ് ചെയ്യണം. ആൽഫ ഇൻറ്റു എ സ്റ്റാർ എഫ് പ്ലസ് എ സ്റ്റാർ ജി എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓഫ് എക്സ് അല്ലേ, ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് ഡെഫിനിഷൻ പ്രകാരം, എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം? ആൽഫ അല്ലേ, സോറി തെറ്റിപ്പോയി അല്ലേ, ആൽഫ എഫ് പ്ലസ് ജി ഓഫ് കോമ്പോസിഷൻ എന്താണ് എ ഓഫ് എക്സ് എന്നാണ് ഇതിൻ്റെ മീനിങ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മീനിങ് പ്രകാരം ആൽഫ ഇത് എഫ് ആൻഡ് ജി ആർ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ അല്ലേ, ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ. ദാറ്റ് മീൻസ് therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ ഇൻറ്റു എഫ് ഓഫ് എ എക്സ് അല്ലേ പ്ലസ് ജി ഓഫ് എ എക്സ് എന്ന് പറയാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ എഫ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ സ്റ്റാർ എഫ് ആണ്. ആൽഫ എ സ്റ്റാർ എ സ്റ്റാർ എഫ് എ സ്റ്റാർ എഫ് സ്റ്റാർ ഉണ്ട് അല്ലേ, എഫ് പ്ലസ് ജി ഓഫ് ആൽഫ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ സ്റ്റാർ ജി ആണ്. ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഓഫ് എക്സ്. ദാറ്റ്സ് എനഫ്. നമുക്ക് എന്ത് കിട്ടി? എ സ്റ്റാർ ആൽഫ എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ ഇൻറ്റു എ സ്റ്റാർ എഫ് പ്ലസ് എ സ്റ്റാർ ജി എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ ലീനിയർ. ഇതാണ് അതിൻ്റെ പ്രൂഫ് കേട്ടോ. ലീനിയറിൻ്റെ പ്രൂഫാണ്, ലീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ഡുവൽ ഓപ്പറേറ്റർ, അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട് കേട്ടോ. അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ, അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട്. അടുത്തത് വേറൊരു കൺസെപ്റ്റ്സ് ആണ്. അതായത് എഫ് എന്ന് പറയുന്നത് ലീനിയർ ഫങ്ഷണൽ അല്ലേ, ഫ്രം വേർ ടു വേർ എക്സ് ടു സി. അപ്പം അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇതാണ്. എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു തരത്തിലുള്ള ഡെഫിനിഷനാണ്, ഇന്നർ പ്രോഡക്റ്റ് ഡെഫിനിഷനാണ്. പക്ഷേ മറ്റൊന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ദിസ് എഫ് ബിലോങ്സ് ടു വൈ സ്റ്റാർ ആണ് എങ്കിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണിത്. അതായത് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററും തമ്മിലുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. അതായത് എ എക്സ് ഇന്നർ പ്രോഡക്റ്റ് എ എക്സ് എഫ് ഈക്വൽ ടു എന്തായിരിക്കും? ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എ സ്റ്റാർ എഫ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നർ പ്രോഡക്റ്റ് എ എക്സ് എഫ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എ സ്റ്റാർ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണിത്. ഓക്കെ, ഇതാണ് കൂടുതലും നമ്മൾ അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡുവൽ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ കിട്ടും എന്നുള്ളത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഡെഫിനിഷനാണിത്. ഓക്കെ, കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അടുത്തത് ഡെഫിനിഷൻ, അടുത്തത് ഒരു എ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. ബി എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം വൈ ടു സെഡ്. അപ്പോൾ എ എന്ന് പറയുന്നത് എക്സിൽ നിന്നും വൈ എന്ന് പറയുന്ന സ്പേസിലേക്കുള്ള ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് എ എന്ന് പറയുന്നത്. പിന്നെ ബി എന്ന് പറയുന്നത് വൈയിൽ നിന്നും സെഡിലേക്കുള്ള ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് ഏത്? ബി എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ബി എ എവിടുന്ന് അങ്ങോട്ടുള്ളതായിരിക്കും? ബി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടുന്ന് അങ്ങോട്ടുള്ളതാണ്? ബി എ എന്ന് പറയുന്നത് എവിടുന്ന് അങ്ങോട്ടുള്ളതാണ്? ബി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൽ നിന്നും സെഡിലേക്കുള്ള ഓപ്പറേറ്ററാണ് ബി എ, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററാണ് ബി എ. അങ്ങനെയാണ് എങ്കിൽ ബി എ ഹോൾ സ്റ്റാർ എന്ന് പറയുന്നത്, ബി എ സ്റ്റാർ എന്ന് പറയുന്നത് എന്താന്നുള്ളതാണ്. അത് ബി എ സ്റ്റാർ എന്ന് പറയുന്നത് സെഡ് സ്റ്റാറിൽ നിന്നും എങ്ങോട്ടുള്ളതായിരിക്കും? എക്സ് സ്റ്റാറിലേക്കുള്ള മാപ്പായിരിക്കും. ഓക്കെ, അപ്പം ബി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം, ബി എ ഹോൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് എ മാപ്പ് ഫ്രം വേർ ടു വേർ സെഡ് സ്റ്റാറിൽ നിന്നും എക്സ് സ്റ്റാറിലേക്കുള്ള മാപ്പായിരിക്കും. അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ബി എ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ എന്നായിരിക്കും അതിൻ്റെ ഡെഫിനിഷൻ. എ സ്റ്റാർ ഇത് ഈക്വലൻ്റ് ആണ് എന്തിന്? എ സ്റ്റാർ
ബി സ്റ്റാറിന് ഈക്വലൻ്റ് ആണ്, ബി എ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ്സ് പറയുന്നത് ഒരു അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററിന് ഡുവൽ ഹിൽബർട്ട് സ്പേസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. കേസ് ഹിൽബർട്ട് സ്പേസിൻ്റെ കേസിൽ ഒരു ഓപ്പറേറ്ററിൻ്റെ ഹിൽബർട്ട് സ്പേസ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം ദി ഹിൽബർട്ട് സ്പേസ് 1ൽ നിന്നും ഹിൽബർട്ട് സ്പേസ് 2ലേക്കൊരു ഓപ്പറേറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡുവൽ ഓപ്പറേറ്ററിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഉള്ളതാണ് റിലേഷൻ പ്രകാരം. ഇന്നർ പ്രോഡക്റ്റ് എ എക്സ് കോമ വൈ, വൈ എവിടെയുള്ള എലമെൻ്റാണ്, H2ലുള്ള എലമെൻ്റാണ്. എക്സ് എവിടെയുള്ള എലമെൻ്റാണ്, H1ലെ എലമെൻ്റാണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എക്സ് കോമ വൈ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എ സ്റ്റാർ വൈ ആയിരിക്കും. ഓക്കെ, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ എ സ്റ്റാർ വൈ. അപ്പം ഈ ഡെഫിനീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു റിസൾട്ട് അല്ലെങ്കിൽ എങ്ങനെ എ സ്റ്റാർ കണ്ടുപിടിക്കുക എന്നുള്ള ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ അത് കണ്ടെത്താൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, എക്സാമ്പിൾ ഉപയോഗിക്കുകയാണ്. എക്സാമ്പിൾ ഇതാണ്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു അല്ലേ, ഇതിൻ്റെ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. എക്സാമ്പിൾ L2 സ്പേസ്, ക്യാപിറ്റൽ L2 സ്പേസ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ സെറ്റ് ഓഫ് ഓൾ മെഷറബിൾ ഫങ്ഷൻസ് അല്ലേ, അതിലുള്ള ഒരു എലമെൻറ്റ്, അതിനുള്ള ഒരു ഓപ്പറേറ്റർ, അതായത് ഡുവൽ ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ. L2 എന്താണ്, ഹിൽബർട്ട് സ്പേസ് ആണ്. ഓക്കെ, ഡിഫൈൻ ചെയ്യാണ് L2ൻ്റെ മുകളിലുള്ള ഡിഫൈൻ. ഇന്നർ പ്രോഡക്റ്റ് എന്താ നിങ്ങൾക്ക് അറിയാലോ. അപ്പം കെ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കേണൽ ഇൻ്റഗ്രൽ 0 to 1 കെ ഓഫ് ടി കോമ ടോ എക്സ് ടോ ഡി ടോ, എക്സ് ഓഫ് ടോ ഡി ടോ ആണ്. അങ്ങനെയാണ് എങ്കിൽ കെ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കെ സ്റ്റാർ വൈ ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 കോഞ്ചുഗേറ്റ് ഓഫ് കെ ഓഫ് ടി ടോ കോമ ടി വൈ ഓഫ് ടോ ഡി ടോ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അതിന് നമുക്കറിയാം ഇന്നർ പ്രോഡക്റ്റ് ഓഫ് കെ ഓഫ് എക്സ്, കെ എക്സ് അല്ലേ, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് കെ എക്സ് ടി കോമ, സോറി ഇത് തെറ്റിപ്പോയി, എക്സ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് കെ എക്സ് ഓഫ് ടി, കെ എക്സ് ഓഫ് ടി കോമ വൈ, വൈ ഈക്വൽ ടു ആയിരിക്കണം എന്തായിരിക്കണം, എക്സ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ കെ സ്റ്റാർ. കെ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? കെ സ്റ്റാർ വൈ ഓഫ് ടി അല്ലേ. കെ സ്റ്റാർ ആണ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ. ഇതാണ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? ഈ ഭാഗത്തുനിന്ന് തുടങ്ങണം. ഇന്നർ പ്രോഡക്റ്റ് കെ എക്സ് ഓഫ് ടി വൈ ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താന്നുള്ളതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് L2 സ്പേസിലെ ഇൻ്റഗ്രൽ വേർ ടു വേർ 0 to 1 അല്ലേ, ഇൻ്റഗ്രൽ 0 to 1 കെ എക്സ് ടി അല്ലേ, കെ എക്സ് ടി ഇൻറ്റു വൈ ബാർ അല്ലേ, കോഞ്ചുഗേറ്റ് ആണ് വരിക, വൈ ബാർ ഓഫ് ടി ഇൻറ്റു ഡി ടി. അങ്ങനെ രണ്ടാമത്തെ എടുക്കുമ്പോൾ വൈ ബാർ ഡി ടി. ഇനി കെ എക്സ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് തന്നിട്ടുണ്ട്? ഗിവൺ ആണ് കെ എക്സ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 അല്ലേ. ഇനി കെ എക്സ് ടി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 കെ ഓഫ് ടി കേണൽ ടോ അല്ലേ ഓഫ് എക്സ് ടോ ഡി ടോ. ഇനി എന്താണ്? വൈ ബാർ ഓഫ് ടി ഡി ടി. ഇനി ഞാൻ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എക്സ്ടോ എന്ന് പറയുന്നത് ഏതിൻ്റെ മുകളിൽ മാത്രമാണ്? ഡിറ്റോൻ്റെ മുകളിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഞാനൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാണ് ഇൻ്റഗ്രൽസ്. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഓഫ് ടോനെ പുറത്തെടുക്കാം അല്ലേ, എക്സ് ഓഫ് ടോ അല്ലേ. പിന്നെ അടുത്ത ആരാ ഉള്ളത്? കെ ഓഫ് ടോ കൂടെ ഉണ്ട് അല്ലേ, കെ ഓഫ് ടോ. അതിനെ മാറ്റി എഴുതാൻ പോവാണ്. ഇൻ്റഗ്രൽ 0 to 1 കെ ഓഫ് അല്ലേ ടി കോമ ടോ. ഓക്കെ, പിന്നെ എന്തുണ്ട്? വൈ ബാർ ഓഫ് ടി, ടീൻ്റെ ബാക്കിയുള്ളത് വൈ ബാർ ഓഫ് ടി ഇൻറ്റു ഡി ടി
ഇനി ലാസ്റ്റ് എന്ത് ചെയ്യാം, ഡീറ്റോ എഴുതാം. ഒന്ന് ചേഞ്ച് ചെയ്താണ്, ഇൻ്റർചേഞ്ച് ചെയ്താം. ഓക്കെ, ഇനി ഈ കുഞ്ഞാപ്പൂവിനെ ഞാൻ തരികിട അപ്ലൈ ചെയ്യാണ് ഇൻ്റഗ്രലിൽ. തരികിട അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഓക്കെ, തരികിട അപ്ലൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു അല്ലേ ഇൻ്റഗ്രൽ 0 to 1 എക്സ് ടോ അല്ലേ ഇൻറ്റു, ഇനി നോക്കണേ തരികിട അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ ബാക്കിയുള്ള കുഞ്ഞാപ്പ് ഇൻ്റഗ്രൽ 0 to 1 കെ ടി ടോ കെ ഓഫ് ടി കോമ ടോ കോഞ്ചുഗേറ്റ്. ആ കോഞ്ചുഗേറ്റ് പോക്കാൻ മൊത്തത്തിൽ അങ്ങ് കൊടുത്തേക്കാം അല്ലേ. വൈ ഓഫ് കോഞ്ചുഗേറ്റ് എന്നുള്ളതിനെ മോളത്ത് എടുത്തിട്ടുണ്ട്. കോഞ്ചുഗേറ്റ് ഓഫ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, കെ ഓഫ് ടി കോമ ടോ ആണ് അല്ലേ. അപ്പോൾ വൈ ഓഫ് ടി കുഴപ്പമൊന്നുമില്ലല്ലോ. ഡീട്ടോ അല്ലേ ഇൻറ്റു സോറി ഡീട്ടോ അല്ല ടി അല്ലേ വരിക അല്ലേ, ഡീട്ടോ അല്ല ടി ആണ് വരിക, ടി ഡീട്ടോ. ഓക്കെ, ഇനി ഇതെന്താണ്, ഇത് സത്യത്തിൽ എന്താണ് വരുന്നത്, ഇത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് സംഭവം വന്നത്, കെ ഓഫ് ടോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ കുഞ്ഞാപ്പ് വന്നത് ഇൻ്റഗ്രൽ 0 to 1. ഈ കുഞ്ഞാപ്പ് എന്താണ് സത്യത്തിൽ ഇന്നർ പ്രോഡക്റ്റ് ആണ്. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് L2 സ്പേസിലെ ക്യാപിറ്റൽ L2 സ്പേസിലെ ഇന്നർ പ്രോഡക്റ്റ് ആണ് എക്സ് കോമ, ശ്രദ്ധിക്കണേ, എക്സ് കോമ കെ അല്ലേ, കെ അല്ലേ. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക, കെ ഇൻ്റഗ്രൽ 0 to 1 കെ ഓഫ് ടി വൈ ഓഫ് ടീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലേ ഇൻ്റഗ്രൽ 0 to 1 കെ ഓഫ് ടി ബാക്കിയുള്ള സംഭവങ്ങളാണ് ഇത് വരുന്നത് അല്ലേ. കെ ഓഫ് ടി കോമ ടോ ഇൻറ്റു വൈ ഓഫ് ടി കോമ ഡി ടി, ഇവിടെ കെ ബാർ. ഓക്കെ, കെ ബാർ. ഓക്കെ, ഇതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് ആണ് കറസ്പോണ്ടിങ് ആയിട്ട് ഡി ടി ആണ്, ഡി ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് ആണ്, ഇത് ഈക്വൽ ആണ് എന്നാ. ഇനി നമ്മൾ ഇതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കമ്പാരിസൺ ചെയ്യുക. അതായത് നമുക്ക് കിട്ടിയത് ഇന്നർ പ്രോഡക്റ്റ് കെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് വൈ എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് ഇതാണ്. എക്സ് കോമ എക്സ് ഓഫ് ടി കോമ ഇത് ഈ കുഞ്ഞാപ്പാണ് കിട്ടുന്നത്. ഇതിൽ നിന്നും ഹിയർ കെ സ്റ്റാർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലേ, കെ സ്റ്റാർ എന്താണ് എന്ന് കിട്ടിക്കഴിഞ്ഞു, ആൻസർ ആയി കഴിഞ്ഞു. നമുക്ക് മോള് കിട്ടിയ കുഞ്ഞാപ്പ് അല്ലേ കെ സ്റ്റാർ വൈ ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലേ, കെ സ്റ്റാർ വൈ ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ഇൻ്റഗ്രൽ 0 to 1 കെ ഓഫ് ടി കോമ ടോ അല്ലേ കോഞ്ചുഗേറ്റ് വൈ ഓഫ് ടി ഇൻറ്റു ഡി ടി. ദിസ് ഈസ് ദി ആൻസർ. Therefore ഇവിടുത്തെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് അല്ല അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡുവൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കെ സ്റ്റാർ എന്ന് പറയുന്നത് ഈ കുഞ്ഞാപ്പ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഹെൻസ് ദി പ്രൂഫ്. ഇത് ചോദിക്കാറുണ്ട്, അപ്പം ഇതും ഓർമ്മയിലുണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ചോദിക്കട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.